നമുക്കറിയാം നിരന്തരമായി വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരിടം കൂടിയാണ്. മുതലപ്പുഴയിൽ ഇന്നലെ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. അഞ്ചുതെങ്ങ് സ്വദേശികളായ മൈക്കിൾ, ജോസഫ് എന്നിവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വള്ളത്തിലുണ്ടായിരുന്ന മറ്റു 3 പേർ രക്ഷപ്പെട്ടിരുന്നു. ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. ഷിജോ കുര്യനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. ഷിജോ, നമുക്കറിയാം മുതലപ്പുഴ സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. പക്ഷേ ഒട്ടുമിക്ക സമയത്തും ഭാഗ്യം മൂലമാണ് പലരും വലിയ പരിക്കേൽക്കാതെയൊക്കെ രക്ഷപ്പെടുന്നത്. പക്ഷേ ഇന്നലെ ഉണ്ടായ അപകടം അതിനൊക്കെ വിഭിന്നമായിരുന്നു. നമുക്കറിയാം നേരത്തെയൊക്കെ ഈ മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് അടക്കം നടത്തി മണൽ നീക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു. ഇതൊന്നും ഫലവത്തായില്ലേ? എന്താണ് അവർ പറയുന്നത്? അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു? ഇന്ന് അത്തരം പ്രതിഷേധങ്ങൾക്ക് കൂടി സാധ്യതയുണ്ടോ ഷിജോ? ജിൽസി, നമുക്ക് ആദ്യം ചില കണക്കുകൾ പരിശോധിക്കാം. 2022 മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ 5 പേരാണ് മരിച്ചത്. അത് 2023 വരുമ്പോൾ 4 പേരായിട്ട് കുറഞ്ഞു. അതായത് 5 പേർ 2022 മരിക്കുന്നു, 2023 4 പേർ മുതലപ്പുഴയിൽ മരണപ്പെടുന്നു. 2024 എത്തിയപ്പോൾ അത് 5 വീണ്ടും ഉയർന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ 14 പേരാണ് മുതലപ്പുഴയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ മരിച്ചത്. ഈ വർഷം 2 പേർ കൂടി ഇന്നലെ മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ അവർക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടു. അഞ്ചുതെങ്ങ് സ്വദേശിയായിട്ടുള്ള 68 വയസ്സുള്ള മൈക്കിൾ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളിയും അതുപോലെ ചിറയൻകീഴ് സ്വദേശിയായിട്ടുള്ള 43 വയസ്സുള്ള ജോസഫ് എന്ന് പറയുന്ന മറ്റൊരു മത്സ്യത്തൊഴിലാളിയുമാണ് ഇന്നലെ മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുതലപ്പുഴയിലാണ്. മുതലപ്പുഴയിൽ ഈ കാണുന്ന ദൃശ്യം, ഈ ഭാഗത്താണ് ഇന്നലെ വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ 5 പേർ വരുന്ന വള്ളം ശക്തമായ തിരമാലയിൽപ്പെട്ട് മറിയുകയും 2 പേർക്ക് ഇവിടെ വെച്ച് തന്നെ മൈക്കിളിന് ജീവൻ നഷ്ടപ്പെടുകയുമാണ് ചെയ്തത്. ജോസഫിനെ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 2 പേരുടെയും മൃതദേഹം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് അവരുടെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. വലിയ പ്രതിഷേധത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോകാനുള്ളൊരു സാധ്യത നിലവിൽ ഇന്ന് കാണുന്നില്ല. മുതലപ്പുഴയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് അപകടങ്ങൾ തുടർക്കഥയായിട്ട് ഉണ്ടാവുകയാണ്. നേരത്തെ ജിൽസി സൂചിപ്പിച്ചത് തന്നെയാണ് ശരി. അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും വള്ളം മറിഞ്ഞു എന്നുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം നൽകാറുണ്ട്. അത്ഭുതകരമായിട്ട് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുന്നു എന്നുള്ളതും കൂടി നമ്മൾ പറയുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നലെയാണ് ദാരുണമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള 2 മരണം കൂടി മുതലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്. ഡ്രഡ്ജിംഗ് അടക്കമുള്ള പ്രക്രിയകൾ ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്നു വന്നിരുന്നു. പക്ഷേ എത്ര കണ്ട് ഡ്രഡ്ജ് ചെയ്ത് മണൽ നീക്കിയാലും എത്ര കണ്ട് മണൽ നീക്കുന്നു അതിനേക്കാൾ കൂടുതലായിട്ട് മണൽ വീണ്ടും ഈ പുഴയിൽ വന്ന് അടിഞ്ഞ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഈ മറുകരയിൽ കാണാം വള്ളങ്ങൾ വരുന്നതിന്റെ ഇപ്പോൾ ഈ വള്ളം ഈ നിൽക്കുന്ന ഭാഗത്തുകൂടി ഇതൊരു ബീച്ചായി മാറിയതിന്റെ കാഴ്ചകൾ ഏതാണ്ട് ഒരു 4 മാസം മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ വള്ളം പോകുന്ന വഴിയിലൂടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് തുല്യമായ രീതിയിലേക്ക് ഇവിടുത്തെ കാഴ്ചകൾ മാറിയതാണ്. അവിടെ ഈ മണലടിഞ്ഞ് പൂർണ്ണമായിട്ട് വെള്ളം ഈ കടലിൽ വെള്ളം കരയിലേക്ക് കയറാത്ത തരത്തിലേക്ക് ഒരു ബീച്ചായി മാറിയത് നമ്മൾ കണ്ടിരുന്നതാണ്. എന്നാൽ വീണ്ടും മഴ പെയ്യുകയും തിരമാലകൾ കരയിലേക്ക് വരികയും ഒക്കെ ചെയ്തതോടുകൂടിയാണ് ഈ പുഴ വീണ്ടും സാധാരണ നിലയിലേക്കായത്. പുഴയിൽ ഇപ്പോഴും മണലടിഞ്ഞിട്ടുണ്ട്. ഈ താഴെ ഇന്നലെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ വള്ളം ഇങ്ങനെ നിർത്തിയിട്ട സമയത്താണ് ശക്തമായിട്ടുള്ള തിരമാലയിൽ വള്ളം ഉയർന്നു പൊങ്ങിയ തിരമാലയിൽ വള്ളം മറിയുകയും മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുകയും ചെയ്തത്. മറുകരയിൽ ഇവിടുന്ന് ഡ്രഡ്ജ് ചെയ്ത് നീക്കിയ നമുക്ക് മണൽ കാണാം. പക്ഷേ ആ മണലൊന്നും ആയിരുന്നില്ല, ഇതിനേക്കാൾ കൂടുതൽ മണലുണ്ടായിരുന്നു. ഇപ്പോഴും ഈ പുഴയ്ക്കടിയിൽ മണലുണ്ട്. ആ മണൽ നീക്കം ചെയ്താൽ മാത്രമേ അപകടങ്ങൾ ഇനിയും കുറയുകയുള്ളൂ. പക്ഷേ എത്ര കണ്ട് മണൽ നീക്കം കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. എന്തായാലും ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ ജീവൻ പണയം വെച്ച് തന്നെയാണ് കടലിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. ജിൽസി.